ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീൽ. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ഇഫ്താറിന് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. പാലും പഴവും അവിലും ചേർത്തുള്ള ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി 1/2 കപ്പ് അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. വൈറ്റ് അവിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് ടൈപ്പിലുള്ള അവിൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇപ്പോൾ ഇത് വറുത്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വറുത്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ പാന് ചൂടാക്കിയിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് അവിലിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ചെറുപഴമാണ്. അപ്പം ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ പീസാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഏലക്കയുടെ കുരു ചതച്ചെടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി ആയാലും മതി കേട്ടോ. അപ്പം ഇനി ഇത് നന്നായി ഒരു തവി വെച്ചൊന്ന് ഉടച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ ഉടച്ചെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിതിവിടെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇത് പാല് കാച്ചിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ കാച്ചാതെ തണുപ്പിച്ച പാലായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അവിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചൂടുകാലത്ത് നോമ്പ് തുറക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ അത്. കാരണം പാലും പഴവും അവിലും ഒക്കെ നല്ല തണുപ്പാണ്. അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഈ തണുപ്പൊക്കെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും. അപ്പം നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടിയൊക്കെ പാലും പഞ്ചസാരയും ചേർത്താൽ മതി. അപ്പം നമുക്കിനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് അവിലും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ്, കാരണം നമ്മുടെ ജ്യൂസ് വൈറ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മൾ വെറും പാലും പഴവും അവിലും മാത്രം ചേർത്താൽ മതി. എന്നാൽ തന്നെ നല്ല സൂപ്പർ ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കാം. ഇതൊക്കെ വെറുതെ ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്